ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഫെബ്രുവരി ഒക്കെ ആവാനായല്ലോ. സോ ഒരു ഫെബ്രുവരി ബുള്ളറ്റ് ജേണൽ അഥവാ ഫെബ്രുവരി ബുജു ചെയ്യാം. മന്ത്ലി ബുള്ളറ്റ് ജേണൽസ് ഒക്കെ എന്താണെന്നും അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മന്തിനെ ഓർഗനൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പാക്കുന്ന ഒരു ജേണൽ, അതാണ് ഈ ബുജോ. സോ അത് നമുക്ക് വേണ്ട പോലെയൊക്കെ നമുക്ക് ചെയ്യാം. ക്യൂട്ടാക്കിയിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. വിൻറ്റേജ് തീമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതൊന്നുമല്ല, ജസ്റ്റ് ഒരു പെന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം. ഓൾസോ ഇതിൽ നമ്മൾ ആഡ് ആക്കുന്ന കണ്ടൻസ് ഉണ്ടാവുമല്ലോ, അതും നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണ്ട, അതായത് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേജാണ്. അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ തീം എന്തായിരിക്കും? ലവ് ആയിരിക്കും. അതായത് ഈ ഫെബ്രുവരി പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരിക വാലന്റൈൻസ് ഡേ ആണല്ലോ. പിന്നെയും കുറേ ഉണ്ടല്ലോ, ഹഗ് ഡേ, കിസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്, ചോക്ലേറ്റ് ഡേ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീം ആക്കിയിട്ട് ലവ്, ആ ഒരു ഹാർട്ട് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പേജ് ഇതുപോലെ ഫെബ്രുവരി എന്നുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാർട്ടിലാണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ആ ലെറ്റേഴ്സ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ കളർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ ഓരോ ഹാർട്ടിലും കൊടുക്കുന്നത്. പിന്നെ താഴെ വന്നിട്ട് ഫെബ്രുവരി കലണ്ടറാണ്. അത് ജസ്റ്റ് ഒരു എൻവലപ്പ് വരച്ചിട്ട് റാൻഡം കൈ കൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചതാണ്. അപ്പോൾ അതിൽ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈന് സിൽവർ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പേജിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂഡ് ട്രാക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഹാർട്ട് തന്നെയാണ്. കുറച്ച് ഹാർട്ട് ഇങ്ങനെ ഹാങ്ങിങ് പോലെ നമ്മൾ മുകളിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചല്ല, 28 ഹാർട്ടാണുള്ളത്. കാരണം ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 28 ഹാർട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് 3 മോഡാണ് എഴുതിയിട്ടുള്ളത്. ഗുഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, നോട്ട് ഗുഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഗുഡിനൊരു കളർ കൊടുക്കും. ഗുഡ് വന്നിട്ട് ഞാൻ പിങ്കാണ് കൊടുത്തിട്ടുള്ളത് തോന്നുന്നു. അതേപോലെ നോർമലിന് ഒരു കളർ ഉണ്ടാവുമല്ലോ. നോട്ട് ഗുഡിന് ഞാനൊരു ബ്ലൂ കളറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, നോർമലിന് ബ്ലൂവും നോട്ട് ഗുഡിന് ഗ്രീനും ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോ ഹാർട്ടും ഫില്ല് ചെയ്ത് പോവാം. പിന്നെ അതിൻ്റെ താഴെ ഒരു കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് വന്നിട്ട് വീക്ക്ലി പ്ലാനറാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓരോ ഡേയ്സ് വെച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് സ്പേസ് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ എല്ലാതും ഇങ്ങനെ എഴുതി ചെയ്യുന്ന ഒരാളല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതി വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്പേസ് മതിയെന്ന് തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ വീക്കായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 7 കോളംസ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറേ ഹാർട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ചില ഡിസൈൻസൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അതുപോലെ ഞാൻ ഇവിടെ കളർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് മുഴുവനും ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ. ഈ ബ്രഷ് പെൻസ് ഞാൻ വേറെ വീഡിയോസിലും യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നമുക്ക് വാങ്ങാം. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഹാർട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ആ മൺഡേ ട്യൂസ്ഡേ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ആൻഡ് അപ്പുറത്തെ സ്പേസിൽ ഞാൻ വാട്ടർ ചാർട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ദിവസം ഇത്ര ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം എന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 7 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഓരോ ഹാർട്ടും ഓരോ ലിറ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഫസ്റ്റ് ടു 28 നമ്മൾ ഓരോ 7 ഹാർട്ട് വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എത്ര ലിറ്റേഴ്സ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഹാർട്ടൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഓരോ ഡേയ്സിൽ നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പേജ് വന്നിട്ട് 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഹാബിറ്റ് ട്രാക്കറും ഉണ്ട്, പീരീഡ് ട്രാക്കറും ഉണ്ട്. ഞാനിതൊരു വലിയ ഡ്രോയിങ് ബുക്കിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് വലിയ സൈസ് പേജ് വരുന്നത്. കൊണ്ട് തന്നെ ഞാൻ പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പേജിൽ 2 ട്രാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കറിൽ വന്നിട്ട് ഞാൻ 3 കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. റീഡിംഗ് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, പിന്നെ ഖുർആൻ റെസിറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പിക്സൽ ആർട്ടൊക്കെ ചെയ്യുമല്ലോ, അതുപോലെയാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മുകൾ ഭാഗം ജസ്റ്റ് ഡിസൈൻ ചെയ്തു. പിന്നെ നമ്മുടെ ഹെഡിങ്ങുകൾ, സ്കിൻ കെയർ, റീഡിങ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് പീരീഡ് ട്രാക്കറാണ്. അതും കുറേ 28 ഹാർട്ട് വരച്ചിട്ടുണ്ട്. അതിൽ 28 വരെ ഡേയ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാണോ പീരീഡ്സ് ആവുന്നത് ആ ഡേയ്സ് നമുക്ക് അതിൽ കളർ ചെയ്യാം. അതിൻ്റെ ഒരു ലാസ്റ്റ് പേജ് വന്നിട്ട് ഗോൾസും ബഡ്ജറ്റ് ട്രാക്കറും ആണ്. അപ്പോൾ ഗോൾസിൽ കുറച്ച് താഴത്തോട്ട് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗോൾസ് എഴുതാൻ. ബഡ്ജറ്റ് ട്രാക്കറിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനും പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുൾ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ്, പിന്നെ വന്നിട്ട് മൂഡ് ട്രാക്കറാണ്, പിന്നെ വന്നിട്ട് വീക്ക്ലി പ്ലാനറാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതിൽ തന്നെ വാട്ടർ ചാർട്ട് ഉണ്ട്. നെക്സ്റ്റ് ഹാബിറ്റ് ട്രാക്കറും പീരീഡ് ട്രാക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾസും ബഡ്ജറ്റ് ട്രാക്കറും. സോ ഈ ഒരു ബുജോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.